അപ്പൊ ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് പൊറോട്ടയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഇത് ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ ഈ സ്റ്റെപ്പുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റും ഫ്ലേക്കി ആയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ട കിട്ടും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഞാൻ ഒരു ബൗളിലേക്ക് 5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഉപ്പ്, 1.5 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചിട്ട് 3/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പാലും വെള്ളമൊക്കെ തണുത്തതാവരുത്, ചെറിയ ചൂട് വേണം കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റ് എങ്കിലും ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം ഇടിച്ചമർത്തി കുഴച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഡോബോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലോണം മസാജ് ചെയ്തിട്ട് പേപ്പർ ടവലോ നനഞ്ഞ തുണിയോ വെച്ച് മൂടിയിട്ട് തണുപ്പില്ലാത്തടുത്ത് 1 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാനിവിടെ ഓവന്റെ അകത്ത് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് വെച്ചത്. ഡോ ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് സ്ട്രെച്ച് ആവുകയാണെങ്കിൽ സംഭവം റെഡി. ഇതിന്റെ പേരാണ് ഗ്ലൂട്ടൻ വിൻഡോ കേട്ടോ. ഞാൻ എന്റെ കയ്യിൽ കുറച്ച് വെള്ളവും ഓയിലും തടകിട്ടെ ഈ ഡോ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എനിക്ക് കറക്റ്റ് 9 പീസുകളാണ് കിട്ടിയത്. ആ കട്ട് ചെയ്തൊക്കെ ഇതേപോലെ ബോളുകളാക്കിയിട്ട് ഓയിലും വെള്ളവും കൂടെ മിക്സ് ചെയ്തത് ഞാൻ ഇതിന്റെ മേളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി വീണ്ടും നനഞ്ഞ തുണിയോ എന്തെങ്കിലും വെച്ച് മൂടിയിട്ട് 1 മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കണ്ടോ, ഓരോ തവണ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിന്റെ ടെക്സ്ചർ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നല്ലോണം വീശി അടിച്ച് പരത്തി ഈ ഒരു പരിവാക്കി എടുക്കാം കേട്ടോ. ഇതിന്റെ മേളിലേക്ക് കുറച്ച് ഓയിലും മൈദയിട്ട് സ്പ്രെഡ് ചെയ്ത് ഈക്വലായിട്ട് കട്ട് ചെയ്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവന്ന് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ആകെ മൊത്തം 5 കപ്പ് വെച്ചിട്ട് 18 പൊറോട്ടയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഞാനിവിടെ 235 ml കപ്പാണ് കേട്ടോ യൂസ് ചെയ്തത്. ഗ്രാം കണക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 3/4 കിലോ വരും കേട്ടോ. അപ്പൊ ഇതിൽ വീണ്ടും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് നനഞ്ഞ തുണി വെച്ച് അടച്ചു വെച്ച് 1.5 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി അധികം ബലമൊന്നും പിടിക്കേണ്ട, കൈകൊണ്ട് പതുക്കൊന്ന് അമർത്തുമ്പോൾ തന്നെ ഇത് പരന്നു വരും കേട്ടോ. ഇനി ആ കൗണ്ടർ ടോപ്പിൽ നിന്ന് പറിച്ചിട്ട് ആ ചൂട് തവയിലേക്ക് ഇട്ടിട്ട് കറക്റ്റ് 20 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം കേട്ടോ. വീണ്ടും ഒരു 20 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പൊ അത്രയുള്ള സംഭവം. ഇനി ഓരോ പൊറോട്ടയും ചൂട് പോകാണ്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ട് നേരെ കാസറോളോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ആവിയിലിരുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പൊറോട്ട വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു മെനക്കെട്ട പണിയാണ്. പക്ഷെ ഇങ്ങനെ ടേസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഇച്ചിരി സമയം കളഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. ഞാൻ നല്ല ബീഫ് വിന്താലോടെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ എന്താണെന്നറിയില്ല, പൊറോട്ടയുടെ കൂടെ സവാള അതെനിക്ക് നിർബന്ധം. അപ്പൊ ചെറിയ കഷ്ണം പൊറോട്ട കയറിയിട്ട് 2 കഷ്ണം ബീഫ് വിന്താലും ഇടയിൽ വെച്ച സവാളയും അതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, ഒരു പിടി അങ്ങോട്ട് പിടിച്ചാക്കി എന്റെ അടിപൊളി കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കാനും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടെന്ന് വേണ്ടോ. ഒരു രക്ഷയില്ലട്ടോ. ചേട്ടാ പൊറോട്ടയും ബീഫും കഴിച്ചിട്ടുണ്ട്. ബീഫ് വിന്താലും കുട്ടികൾക്ക് പൊറോട്ട ഒന്നും കൊടുക്കാൻ പാടില്ല, എന്നാലും ഇച്ചിരിയൊക്കെ ടേസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്പൈസി കൊള്ളാമോ? താങ്ക് യു. അപ്പൊ ഈ പൊറോട്ടയുടെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.